എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. നന്നായിട്ട് പഴുത്ത ചെറുപഴമൊക്കെ കയ്യിലുള്ളപ്പോൾ ആവിയിൽ ഇഡ്ഡലിപ്പാത്രത്തിൽ ഇതേപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തിയാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ ശർക്കര പാനി ഒന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത 1.5 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് ഒരു 1.5 കപ്പ് ശർക്കര നമ്മുടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മറ്റേ അച്ച് നോക്കുന്ന ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 4 അച്ച് ശർക്കര വരെയൊക്കെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി ശരിക്കും ഒന്നിങ്ങ് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ ശരിക്കും ഒന്നിങ്ങ് കുതിർത്തിയെടുക്കുക കേട്ടോ. നന്നായിട്ട് കുതിർന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേപോലെ അരിപ്പയിലേക്ക് മാറ്റി വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ തീരെ ചെറിയ ജാർ എടുക്കരുത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ മിക്സിയുടെ ജാർ ഉണ്ടല്ലോ അത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പച്ചരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒന്നെങ്കിൽ ചോറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവലോ ചേർത്ത് കൊടുക്കാം. ചോറാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ, അവലാണെന്നുണ്ടെങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ അവൽ ചേർത്താൽ മതി. ഞാനിവിടെ കുതിർത്തിയെടുത്ത അവലൊന്നുമില്ല, അല്ലാതെ നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത ചെറുപഴമാണ്. ഞാനിവിടെ 2 വലിപ്പമുള്ള ചെറുപഴമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ പാളയംകുടം പഴമാണ്. ഇനി ചെറിയ ചെറുപഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി, തീരെ ഒന്നും ചെറുതാക്കണ്ട, എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ടേസ്റ്റിന് വേണ്ടി ചെറിയ ജീരകമാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതി. കൂടെ തന്നെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ചേർത്ത് നമ്മൾ അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പിഞ്ച് അത്ര മാത്രം മതി. ഇനിയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര പാനി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും ഒന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ശർക്കര ഉരുക്കി എടുക്കാൻ നേരത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരു 1/2 കപ്പ് വെള്ളം അത്ര മാത്രം മതി. എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടിപ്പൊന്നുമില്ലാതെ നന്നായിട്ട് എല്ലാം ഇങ്ങ് ശരിക്കും ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ മാവ് അരക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാവ് അരയ്ക്കുന്ന സമയത്ത് പഴമൊക്കത്തിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ സമയത്ത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് ഈ സമയം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതാണോ കയ്യിലുള്ളത് അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. മാത്രമല്ല 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കണം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ശരിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഒന്നിങ്ങ് പുളിച്ച് വന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. മറിച്ച് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂറോ 2-3 മണിക്കൂറോ ചിലപ്പോൾ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങനെ ആവിക്ക് വെക്കലാണ്. ആവിക്ക് വെക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതാണെങ്കിലും എടുത്താൽ മതിയാവും. ഞാനിവിടെ ഇതേപോലെ കേക്കിൻ്റെ മുകളിലായിട്ട് എടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് നെയ്യും ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ ആവിക്ക് വെക്കുന്നതല്ലേ, വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ വെച്ച് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മുടെ ആ പാത്രത്തിൻ്റെ നേർപകുതി വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവിക്ക് വെക്കുമ്പോൾ മേളിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറും കൂടി അങ്ങ് വെച്ച് കവർ ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ. വെള്ളമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പൊട്ടുന്ന സമയങ്ങളേത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ആവിക്ക് വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം ചെറുതും അതേപോലെ തന്നെ നല്ല ഹൈറ്റും ഉള്ളതുകൊണ്ട് ഒരു 30-35 മിനിറ്റ് വേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ വട്ടയപ്പൊക്കെ ആവിക്ക് വെക്കില്ലേ, അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 20 മിനിറ്റ് ഏറ്റവും കൂടി അത്രമാത്രം മതിയാവും. അപ്പോൾ എടുക്കുന്ന പാത്രത്തിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതൊന്ന് നോക്കി നിന്നിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് തുറന്ന് നോക്കുവാണ്. തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ ഫോയിൽ പേപ്പറൊക്കെ എടുത്തതിന് ശേഷം ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി, കറക്റ്റായിട്ട് ഉള്ളൊക്കെ ശരിക്കും വെന്ത് വന്നോന്ന് അറിയാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് പൊങ്ങി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ റെഡിയായെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇതേപോലെ പതുക്കെ ഒന്ന് കുത്തി നോക്കുന്നത്. നമ്മുടെ കത്തിയൊക്കെ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് വന്നെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം നേരം തന്നെ എടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി വന്ന മാവ് ഇതേപോലെ സ്റ്റീൽ പാത്രത്തിൽ നമ്മളങ്ങ് ആവിക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ വെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പലഹാരമൊക്കെയാണ് ഇതിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നും തന്നെ ഇല്ല. സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഒന്നിങ്ങ് വെടിവെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, സൈഡിൽ നിന്ന് പതുക്കെ ഒന്നിങ്ങ് വെടിവെച്ച് കൊടുത്താൽ മാത്രം മതി, കറക്റ്റായിട്ട് ഇങ്ങ് പോന്നോളും. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ അപ്പം പോലെ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചില്ലേ, അതാണെങ്കിലും ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടതോ, ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ പച്ചരിയും പഴവും അവലും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന വൈകുന്നേരത്തെ പലഹാരമാണ്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ ഒരിക്കലെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടത്, ഈ ഒരു ഹൈറ്റ് വന്നതുകൊണ്ടാണ് വെന്ത് വരാനാണെന്നുണ്ടെങ്കിലും കുറച്ചധികം സമയം എടുത്തത്. അപ്പോൾ ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. കണ്ടോ, നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെച്ചതാണെന്നുണ്ടെങ്കിലും നമ്മൾ ബട്ടർ പേപ്പറൊന്നും വെക്കാതെ നന്നായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒന്ന് പറ്റി വെച്ച് കൊടുത്തത് കേട്ടോ. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാഷ്നട്ടൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരത്തിൽ ഇടയ്ക്ക് ആ ക്യാഷ്നട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതേപോലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പലഹാരം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി അപ്പം തന്നെയാണ്. എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരോട് കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയ്ക്കോ മൈദയോ പഞ്ചസാരയോ അതേപോലെ തന്നെ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ ആവിക്ക് വെച്ച് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പലഹാരമാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള വേറെയും അടിപൊളി റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ റെസിപ്പിയൊക്കെ കഴിച്ചു നോക്കുക. ബൈ.